ചിറ്റയം ഗോപകുമാറിനെ പത്തനംതിട്ട സിപിഐ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ജില്ലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹരിക്കുമെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തപ്പെട്ട എ.പി. ജയനെ ജില്ലാ കൌൺസിലിൽ ഉൾപ്പെടുത്തി. പാർട്ടിയിൽ നിന്ന് നടപടി ഉണ്ടായപ്പോൾ വിഷമിച്ചെന്നും തിരികെ നേതൃത്വത്തിലേക്ക് എത്തിയതിൽ സന്തോഷമുണ്ടെന്നും വികാരാധീനനായി എ.പി. ജയൻ പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകാനായി സി കെ അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, പത്തനംതിട്ട സിപിഐയിൽ കുറച്ച് നാളായി വിഭാഗീയത രൂക്ഷമാണ്. അതിലൊക്കെ ഒരു സമവായ നീക്കം എന്നോണം തന്നെയാണോ ചിറ്റയം ഗോപകുമാറിനെ, ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായിട്ടുള്ള ചിറ്റയം ഗോപകുമാറിനെ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്? അതോടൊപ്പം തന്നെ എന്താണ് ജില്ലാ സമ്മേളനം അവസാനിക്കുമ്പോൾ പൊതുവിൽ ഉയർന്നുകേട്ട കാര്യങ്ങൾ? ഏറെക്കാലമായി ഭിന്നതകൾ നേതൃനിരയിൽ രൂപപ്പെടുകയും അത് പ്രകടമായി പുറത്തു വരികയും ചെയ്തിട്ടുള്ള ഒരു ജില്ലാ നേതൃത്വമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലയളവായി ജില്ലാ സെക്രട്ടറി ഡൽഹിക്ക് പുറത്തു നിന്നുള്ള ഒരാൾ ചുമതല വഹിച്ചു വരികയുമായിരുന്നു. ഗോവയിൽ 2 ദിവസമായി ചേർന്ന ജില്ലാ സമ്മേളനമാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ പദവി കൂടി വഹിക്കുന്ന ചിറ്റയം ഗോപകുമാറിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായ സമവായ നീക്കത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് സംസ്ഥാന നേതൃത്വം ചിറ്റയത്തെ ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയും പിന്നീട് അത് സമ്മേളനം അംഗീകരിക്കുകയുമാണ് ഉണ്ടായത്. സ്വാഭാവികമായി ഇത്തരത്തിൽ ഉയരുന്ന ഒരു ചോദ്യം, ഡെപ്യൂട്ടി സ്പീക്കർ പദവി വഹിക്കുന്ന ഒരാൾക്ക് പാർട്ടിയുടെ ഔദ്യോഗികമായ സ്ഥാനം വഹിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. എന്നാൽ സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സാങ്കേതികമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തടസ്സമുള്ളത്. നിലവിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ആൾ സ്പീക്കറുടെ അഭാവത്തിൽ ചുമതല വഹിക്കുന്ന ആളാണ്. നിലവിൽ തനിക്ക് അത്തരത്തിൽ സ്പീക്കറുടെ ചുമതലയില്ലായിരുന്നാൽ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറിയുടെ പദവി വഹിക്കുന്നതിൽ തടസ്സമില്ല എന്നുള്ളതാണ് ചിറ്റയം ഗോപകുമാർ വിശദീകരിക്കുന്നത്. മാത്രമല്ല, ജില്ലയിൽ പാർട്ടിയിൽ നിലവിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം കാണുന്നതിന് തനിക്ക് മാത്രമല്ല, കഴിഞ്ഞ 1.5 വർഷം മുൻപ് പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ബ്രാഞ്ചിലേക്ക് തെരഞ്ഞെടുത്ത എ.പി. ജയൻ ഈ സമ്മേളനത്തോടുകൂടി ജില്ലാ കൌൺസിൽ അംഗമായി വരികയും ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രീയപരമായി വലിയൊരു തിരിച്ചുവരവ് കൂടിയാണ് എ.പി. ജയൻ നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിനെതിരെ പരാതിയിട്ടുള്ള വനിതാ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ ഈ സമ്മേളനത്തിൽ പ്രതിനിധി പോലും ആയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി, സിപിഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനം സമാപിച്ചു. ചിറ്റയം ഗോപകുമാറിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു.